മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ 3 മണിക്കൂർ കുട്ടികളെ ബന്ദികളാക്കിയുള്ള നാടകം. ഒടുവിൽ അക്രമിയെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ മുംബൈ പോലീസ് കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. പട്ടാപ്പകലാണ് 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവ് ഭീഷണി മുഴക്കിയത്. ജോലി ചെയ്ത പണം കിട്ടാനുണ്ടെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കണമെന്നും പറഞ്ഞായിരുന്നു രോഹിത് ആര്യ എന്ന ചെറുപ്പക്കാരൻ ഈ പരാക്രമം കാട്ടിയത്. അണുനീർ നീക്കം പൊളിഞ്ഞതോടെ കുളിമുറിയുടെ ഗ്രിൽ തകർത്ത് പോലീസിന്റെ അതിവേഗ ഓപ്പറേഷൻ. പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സിനിമയെ വെല്ലുന്ന ത്രില്ലർ ക്ലൈമാക്സ്. മുംബൈ പൊവായ് മേഖലയിലുള്ള ആർഎ സ്റ്റുഡിയോയിലായിരുന്നു 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി നാടകം. സിനിമയുടെ ഒഡീഷൻ എന്ന പേരിലാണ് ഇയാൾ 100ഓളം കുട്ടികളെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിൽ 80 പേരെ പറഞ്ഞയച്ച ശേഷമാണ് രോഹിത് ആര്യ എന്നയാൾ 20 പേരെ പൂട്ടിയിട്ടത്. തുടർന്ന് ഇയാൾ ഒരു വീഡിയോ സന്ദേശം സമൂഹമാധ്യമം വഴി പുറത്തുവിട്ടു. താനൊരു തീവ്രവാദിയല്ല, തനിക്ക് ചിലരോട് സംസാരിക്കാനുണ്ട്, കൃത്യമായ മറുപടി ലഭിക്കണം, ആത്മഹത്യ ചെയ്യുന്നതിന് പകരമായാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് എത്തിയതെന്നും ഇയാൾ പറഞ്ഞു. പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ കെട്ടിടത്തിന് തീയിടുമെന്നും രോഹിത് ആര്യ ഭീഷണി മുഴക്കി. मैं रोहित आर्या, सुसाइड करने की जगह मैंने एक प्लान बनाया और कुछ बच्चों को इधर हॉस्टेज रखा है. मेरे कुछ ज़्यादा डिमांड्स नहीं है, बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है. और मेरे कुछ सवाल है, मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है. लेकिन मुझे ये जवाब चाहिए, मुझे दूसरा कुछ नहीं चाहिए. ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है, कुछ भी पैसों की डिमांड तो है ही नहीं, इमोरल तो बिल्कुल भी नहीं है. सिंपल कन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है. ये मैंने एक प्लान के तहत ही हॉस्टेज लिया है. लेट्स चेंज 4 मैं सच में करने वाला हूँ. अगर जिंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर. इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो, बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड. കെട്ടിടത്തിലെ ശുചിമുറിയുടെ ജനാല പൊളിച്ചാണ് പോലീസും അഗ്നിരക്ഷാസേനയും അടങ്ങുന്ന സംഘം അകത്തേക്ക് കടന്നത്. ഉടൻ തന്നെ ഇവർ രോഹിതിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇയാൾ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ചു വെടിവെച്ചതോടെയാണ് രോഹിത് കൊല്ലപ്പെട്ടത്. ബന്ദികളായ 20 കുട്ടികളെയും പോലീസ് സുരക്ഷിതമായി മോചിപ്പിച്ചു. നാഗ്പൂരിൽ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഇയാൾ കുട്ടികളെ ബന്ദികളാക്കിയതെന്നാണ് വിവരം. സംഭവത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.